ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈഗസ്റ്റിലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളൊപ്പം ഒരു പെന്നും പേപ്പറും വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, കാരണം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് നേരെ ലേറ്റ് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനിയും ഞാൻ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് അവൈലബിൾ ആവാൻ ആ ഒരു ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടാഗോർസ് കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മൊഡ്യൂൾ 1 നിന്ന് 4th ചാപ്റ്റർ, രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഫ്രീഡം എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ ആണ്. കുറെ പേര് സ്കിപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഈ ഒരു പോയറ്റ് തന്നെ മദർലാൻഡിനോട് പറയാണ്, ഇന്ത്യയുടെ അടുത്ത് പറയാണ്, ഐ വാണ്ട് യു ടു ഹാവ് ഫ്രീഡം ഫ്രം ദ ബർഡൻ ഓഫ് ഏജസ് വിച്ച് ഹാസ് ബെൻഡ് യുവർ ഹെഡ്, ബ്രോക്കൺ യുവർ ബാക്ക് ആൻഡ് ബ്ലൈൻഡഡ് യുവർ ഐസ്. ഇതിന്റെ മീനിങ് ഇങ്ങനെയാണ്, അതായത് കാലാകാലമായിട്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയുടെ മേത്ത് ഒരുപാട് ഭാരം അടിച്ചേൽപ്പിക്കുകയാണ്. ആ ഒരു ഭാരത്തെ നമുക്ക് സ്ലേവറി അല്ലെങ്കിൽ അടിമത്തം എന്ന് പറയാം. ഇവിടെ ഒരു ബേർഡൻ ഓഫ് ഏജസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഫ്രേസ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ വായിക്കാം, കാരണം ഇതിൽ എല്ലാ പാരഗ്രാഫും മൊത്തത്തിൽ അങ്ങനെ എഴുതി വെക്കുക പറഞ്ഞാൽ അത് പോസിബിൾ അല്ലല്ലോ. അത് കാരണം ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രമേ സ്ക്രീനിൽ കാണാവുള്ളൂ. അതിന്റെ ആൻസർ ഞാൻ വായിക്കുന്നതാണ്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ടാഗോർ കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം ഫോർ ഫിയർ. അതായത് ടാഗോറിന്റെ കോൺസെപ്റ്റ് എന്താണ്? ഫ്രീഡം ഓഫ് ഫിയർ ആണ്. ടാഗോർ കോൺസെപ്റ്റ് ഓഫ് ഫ്രീഡം ഈസ് ഫ്രീഡം ഫ്രം ഫിയർ. അതായത് ഫിയർ, പേടിയിൽ നിന്നുള്ള ഒരു ഫ്രീഡം ആണ് മനുഷ്യർക്ക് വേണ്ടത്. ദ കൊളോണിയലിസം ഇമ്പോസ്ഡ് ബൈ ദ വൈറ്റ്സ് ആഡ് ഇൻസ്റ്റാൾ ദ ഫിയർ ഓഫ് ദ പീപ്പിൾ, മേക്കിംഗ് ദം ഇൻകാപ്പബിൾ ഓഫ് എനി പ്രോഗ്രസ് ത്രൂ അവർ ആക്ഷൻ. അതായത് നമ്മുടെ ഒരു ബ്രിട്ടീഷുകാർ വന്നില്ലേ, അവരെ ഒരുപാട് ഭാരം ഏൽപ്പിച്ചിരുന്നു നമ്മുടെ ഇന്ത്യക്കാരുടെ മേത്ത്. അപ്പൊ ആ ഒരു ഭാരം ഒരു ഫിയർ ആയി മാറി ഇല്ലേ. ആ ഒരു ഫിയർ ഫ്രീഡത്തിനെതിരായത്, നമുക്ക് ഫ്രീഡം കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് മാറി. The colonialism imposed by the whites had installed fear in peoples, making them incapable of any progress through or action. They have been carrying the burden of ages which have been bent their head, broken their back and blinded their eyes of the possibilities of the bright and promising future. അതായത് ഈ ഒരു ബേർഡൻ വന്നപ്പോൾ അവരുടെ ഫ്യൂച്ചറിന് തന്നെ അവർക്ക് അഗെയിൻസ്റ്റ് ആയത്. Slavery had burdened them with the chains of sleep, with the ties down, stillness of the night. നമ്മൾ പറഞ്ഞില്ല നേരത്തെ, സ്ലേവറിയുടെ കേസാണ്. They have been blinded the passive submission of fate. അതായത് അവരുടെ ഒരു മദർലാൻഡിന്റെ ഒരു ഫെയ്ത്ത് അത് തന്നെ ഒരു ബ്രിട്ടീഷുകാർ വന്നിട്ട് ആകെ മാറ്റിമറിച്ചു. The motherland is now like a sailboat has to been follow uncertain window because it is controlled by the person who is rigid and cold as death. This force act as the thrown manner and repeating the same old mistake. ഇത്രയും പോയിന്റ്സ് നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്ത് എഴുതാവുന്നതാണ് കേട്ടോ. ഫസ്റ്റ് നിങ്ങൾ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് റൈറ്ററിനെ കുറിച്ച് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് വരാവുന്ന ഈ ഒരു പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് നീഡ് ഫോർ കില്ലിംഗ് എ ട്രീ. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മൊഡ്യൂൾ 2 2ാമത്തെ ചാപ്റ്റർ ആണ്. ഗീവ് പട്ടേലിന്റെ ഓൺ കില്ലിംഗ് എ ട്രീ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിന്നാണ്. ഈ ഒരു പോയത്തില് നമ്മുടെ ഒരു ഗീവ് പട്ടേൽ പറയുന്നത് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊരു ട്രീനെ കില്ല് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു ട്രീ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുക. ഞാൻ ഇനി ഇതിന്റെ ആൻസർ പറയുന്നത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. To kill a tree is not enough to cut it down and make it into pieces. If you cut it, the bleeding bark of the tree will heal and form a newer the ground. It will be bring out a small twigs with leaves on them. അതായത് ഒരു ട്രീ കട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങൾ ഒരു മരം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മരത്തിന്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് ചിലപ്പോൾ ചില ട്രീക്ക് ഇങ്ങനെ അവിടെ നിന്നൊരു വെള്ളം പോലെ വരും അല്ലേ. അത് കഴിഞ്ഞിട്ട് അത് തനിയെ ഹീൽ ചെയ്തിട്ട് അവിടെ പുതിയൊരു ഇലകളോ പുതിയൊരു ലീവ്സോ ബ്രാഞ്ചൊക്കെ വരും അല്ലേ. അപ്പം അതാണ് പറഞ്ഞത്, ട്രീനെ ഒറ്റയടയ്ക്ക് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ദിസ് സ്മോൾ ട്വിങ്സ് വിൽ ബിക്കം എ ബ്രാഞ്ചസ്. ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പുതിയ ബ്രാഞ്ച് വരും. These small twigs will become branches again and the tree will grow back into a former size. To really kill a tree, its root is to be pulled out from the anchoring earth. When it pulled out, it can be seen its strength comes from this root. The roots are wheat and more sensitive.
they have been hidden from the years inside of the earth. Once the tree is pulled out with its root, then it's matter to scorching and scrooking its sun and air. അതായത് ഒരു ട്രീ വലുതാവുന്നത് എങ്ങനെയാണ്, അതിൻ്റെ റൂട്ട് മണ്ണിൻ്റെ അടിയിലേക്ക് ആഴത്തിൽ കയറി ഇറങ്ങിയിട്ടാണ്. അതായത് സൂര്യപ്രകാശവും വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ട് അതങ്ങനെ കുറേ കാലം എടുത്തിട്ടാണ് ഒരു ചെടി വലുതാവണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് അത് കട്ട് ചെയ്ത് കളയാൻ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇനി ഒരു ട്രീ കട്ട് ചെയ്ത് കളയുമ്പോൾ അതിൻ്റെ റൂട്ട്സ് വളരെ അധികം രീതിയിൽ മണ്ണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ മണ്ണിലേക്ക് ഇറങ്ങിയ കാരണം തന്നെ പെട്ടെന്ന് അത് കട്ട് ചെയ്യാൻ എളുപ്പമല്ല. ഇനി കട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ആ ഒരു റൂട്ട് മൊത്തം പുറത്തേക്ക് വലിച്ചെടുത്ത് പറിച്ചാൽ മാത്രമേ ഒരു ട്രീ കട്ടാവാൻ പറ്റുള്ളൂ. നൗ ദ കില്ലിംഗ് പ്രോസസ് കംപ്ലീറ്റ്. അതായത് ആ ഒരു റൂട്ടോടൊക്കെ പറിച്ച് കളഞ്ഞാലാണ് ആ ഒരു ട്രീ പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ ഒരു കത്തി എടുത്തിട്ട് ഒരു ഭാഗം മുറിച്ചാലൊന്നും ആ ഒരു ട്രീ ഡെഡായി പോവില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ആ ഒരു ട്രീ കട്ട് ചെയ്യണം എൻ്റെ ഒരു കംപ്ലീറ്റ് പ്രോസസ്സ് ഇതിൽ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഊഹിച്ച് എഴുതിയാൽ മതി. എങ്ങനെയാണ് ഒരു ട്രീ കട്ട് ചെയ്താൽ ആ ഒരു പ്രോസസ്സ് അങ്ങോട്ട് എഴുതിയാൽ മതി. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ അല്ല ഇത്. ഇതിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡസ് എ പോയട്രി ട്രൈ ടു ടീച്ച് അസ് ടു ഹൗ ടു കിൽ എ ട്രീ? എന്തുകൊണ്ടാണ് കവി ഒരു മരത്തെ എങ്ങനെ കൊല്ലണം എന്ന് നമ്മെ പഠിപ്പിക്കുന്നത് എന്ന്? അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. He wants to show us how cruel and act the killing a tree. അതായത് ഒരു ട്രീനെ കട്ട് ചെയ്യണത് അല്ലെങ്കിൽ ഒരു ട്രീ നശിപ്പിക്കണത് എത്ര ക്രൂവൽ ആയിട്ടുള്ള കാര്യമാണ്. കില്ലിങ് എ പേഴ്സൺസ് ക്യാൻ ബി ഡൺ ഇൻ എ ഗ്രാബ് ഓഫ് നൈഫ്. അതായത് ഒരു മനുഷ്യനെ കൊല്ലാൻ കുറച്ച് നേരം മതി. പക്ഷെ ഒരു ട്രീ കട്ട് ചെയ്യുക അല്ലെങ്കിൽ മരം മുറിക്കുക അല്ലെങ്കിൽ ഒരു മരത്തെ മൊത്തത്തിൽ നശിപ്പിച്ച് കളയുക പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദർ ഇസ് എ ലോങ് പ്രോസസ് ഇൻവോൾവ്ഡ് ഇൻ. അതായത് അതിൽ ഒരു വലിയൊരു പ്രോസസ്സ് തന്നെ ഉണ്ട്. പിന്നെ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. കമന്റ് ഓൺ ദ ഇമാജിനറി ദ ബ്ലീഡിങ് ബാർക്ക്. അതായത് ഇറ്റ് ഇസ് എ ഫൈൻ ഇമാജിനറി. സംബഡി കട്ട് ദ ട്രീ, ദ ബാർക്ക് വിൽ ബ്ലീഡ് ബിക്കോസ് ദ സം ഗ്യാപ്പ് വിൽ ഔട്ട് ദർ. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ ബ്ലഡ് ഈസ് ഗോയിങ് ഔട്ട് ഓഫ് ദ പേഴ്സൺസ് ബോഡി വെൻ ഇറ്റ് വൂണ്ടഡ്. അതായത് ഒരു മനുഷ്യനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ കൈയൊക്കെ മുറിഞ്ഞു കഴിഞ്ഞാൽ ചോര വരും അല്ലേ. അതേപോലെയാണ് ട്രീസിന്റെ മേത് അതായത് അവർ തന്നെ ഹീൽ ചെയ്യും അല്ലേ. അപ്പൊ അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കമന്റ് ഓൺ ദ പോളിറ്റിക്സ് ഓഫ് ദ ഫുഡ് ഇൻ ദ ഔട്ട്കാസ്റ്റ്. മൊഡ്യൂൾ 4 ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് വന്ന 3ാമത്തെ ചാപ്റ്റർ ആണ് ദ ഔട്ട്കാസ്റ്റ് ബൈ ഷാരൺ കുമാർ ലിംബാളെ. ഇത് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടും പിന്നെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ റൈറ്ററിനെ കുറിച്ച് 2 പേര് എഴുതുക ഇൻട്രൊഡക്ഷനിൽ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു ഫുൾ മാർക്ക് കിട്ടില്ല, ഒരു 1/2 മാർക്കൊക്കെ വെറുതെ കുറയ്ക്കും. ഈ ഒരു പാഠത്തിലെ ഔട്ട്കാസ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അതിൽ മെയിനായിട്ട് മാർജിനലൈസേഷൻ വരുന്നുണ്ട്. ഹയർ ക്ലാസ്സും അതുപോലെ ലോവർ ക്ലാസ്സിൻ്റെ കേസും അത് നമ്മളൊന്ന് എഴുതുക കേട്ടോ. ഞാൻ എൻ്റെ ആൻസർ വായിക്കാം. ഈവൻ ദ ഫുഡ് ഓഫ് വേരിയസ് കാസ്റ്റസ് വാസ് ഡിഫറെൻറ്റ്. We were hearing the teachers of the narrator calling him a beefer. Has it eat beef is a sin. We see how after the play the students and teachers settle down to eat. അതായത് ഇതിൽ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ വേർതിരിവുണ്ട്. ഹയർ ക്ലാസ്സിലെ ആൾക്കാരൊക്കെ ഒരു സ്ഥലത്ത്, അതുപോലെ പാവപ്പെട്ട ആൾക്കാരൊക്കെ വേറൊരു സ്ഥലത്താണ്. അവർ ഭയങ്കര അധികം ഉണങ്ങിയ മരത്തിനടിയിലൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് അല്ല. ഒരു സമ്മറി പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അതൊക്കെ നോട്ട് ചെയ്ത് എഴുതുക. Boys and girls from the higher caste like Vani, Brahmin and Marwar Muslims, Mahar and Tali fisherman and goldsmith and all the teachers nearly 100 sit in a circle under the banyan tree. അതായത് ഈ ഒരു ഹൈ ക്ലാസ്സിലുള്ള ആൾക്കാർ, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഒരു ബനിയൻ ട്രീ, അതായത് കുറേ ബ്രാഞ്ചസ് ഒക്കെ ഉള്ള ഒരു ട്രീ, കുറേ ഷെയ്ഡുള്ള ട്രീയുടെ അടിയിലാണ് വന്നിരിക്കുന്നത്. The higher caste once said a prayer before eating which did not make any sense of Mahar boy. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ തന്നെ അവരുള്ളൊരു വേർതിരിവുണ്ട്, അതുപോലെ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതാണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഇതിൽ പറയുന്നുണ്ട് ഇപ്പൊ ഗെയിംസിന്റെ ഒരു കേസ്. മഹർ ബോയ്സ് കളിക്കുന്ന ഗെയിമിന്റെ പേരെന്താണ്? ടച്ച് ആൻഡ് ഗോ. ഗെയിമിന്റെ പേരുണ്ട്. മഹർ ബോയ്സ് കുഡ് നോട്ട് ജോയിൻ കബഡി ബിക്കോസ് ഇൻ കബഡി വൺ ഹാസ് ടു ക്യാച്ച് ദ ഓപ്പണന്റ്. അതായത് ഈ ഒരു ഹൈ ക്ലാസ് പീപ്പിളൊക്കെയാണ് ഈ കബഡിയൊക്കെ കളിക്കുക. ലോവർ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ കബഡിയിൽ കളിക്കാൻ പോവില്ലേ. കാരണം എന്താണ്, കബഡി കളിക്കുമ്പോൾ ഹൈ ക്ലാസ് പീപ്പിൾ ലോവർ ക്ലാസ് പീപ്പിളിനെ തൊടേണ്ടി വരും അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ കാണുന്നത് കേട്ടോ. ഈ ഒരു ചാപ്റ്റർ നമുക്ക് നല്ല രീതിയിൽ എഴുതാവുന്നതേ ഉള്ളൂ. ആ ഒരു സ്റ്റോറി മനസ്സിലാക്കി എഴുതിയ. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും.
അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.